ഹലോ, ഇന്ന് ചെറുകുന്ന് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. അതായത് വിഷുവിൻ്റെ അന്ന് നമ്മൾ രാവിലെ തന്നെ കണി കാണാനായിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിരാവിലെ പോയത് കാരണം പെട്ടെന്ന് ക്യൂ നീങ്ങിയതും നമ്മൾ പെട്ടെന്ന് കണി കാണാനും പറ്റി. കുറച്ച് ലേറ്റായിട്ടല്ല ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. രാവിലെ 5 മണിയാകുമ്പോഴേക്ക് പോയതായി കാരണം നമുക്ക് പെട്ടെന്ന് കണി കണ്ടിട്ട് വരാൻ വേണ്ടി പറ്റി. അവിടെ സോപാന സംഗീതം നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് സോപാന സംഗീതം നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരേഹം വൈകുന്നേരം 6 മണിയോടുകൂടി 6 മണി 6:30 ആകുമ്പോഴേക്കും നമ്മൾ ഉത്സവം കാണാൻ വേണ്ടി പോകും. ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആനപ്പുറത്ത് ഉത്സവമാണ്. ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഉത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ നേരം ഉത്സവം കണ്ടതിന് ശേഷം ഇപ്പം ഇളയമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്പലത്തിൻ്റെ തൊട്ടിട്ട് തന്നെ ഒരു ഇളയമ്മയുടെ വീടുണ്ട്. അവിടെ ഇന്ന് എതിരേൽപ്പാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. എതിരേൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മളും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു. സാധാരണ എപ്പോഴും നമ്മൾ ആ സമയത്താകുമ്പോഴേക്കും അവിടെ എത്താറുണ്ട്. എല്ലാവരും അപ്പോൾ ആനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന്. ഒരുപാട് ജനങ്ങളുണ്ടാവും. ഇന്ന് കാഴ്ചവരവൊന്നും ഇല്ലാത്തത് കാരണം ഇത്രയും തിരക്കേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആന വന്നതിന് ശേഷം അവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമെല്ലാം കഴിക്കും. അതായത് പഴം, കരിമ്പ് ഇതൊക്കെയാണ് കൊടുക്കാറുള്ളത്. അത് കഴിച്ചതിന് ശേഷം ആനയുടെ മുകളിൽ ഇവരിങ്ങനെ അരി എറിയും. അപ്പോൾ ആ അരി എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കും. അന്നപൂർണേശ്വരിയുടെ പ്രസാദം പോലെ അതിങ്ങനെ പെറുക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ വീടുകളിലൊന്നും അന്നത്തിന് മുടക്കം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിങ്ങനെ പെറുക്കിയെടുത്ത് ഓരോ മണിയായിട്ട് സൂക്ഷിച്ച് വെക്കും. ഇപ്പം ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. പഴമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ എറിയുന്ന ഈ അരിയാണ് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുള്ളത്. അതിങ്ങനെ പെറുക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതിന് ശേഷം കത്തിച്ച് വെച്ച് വിളക്ക് എടുത്തിട്ട് വീട്ടിലുള്ള ആണുങ്ങളോ അല്ലെങ്കിൽ മുതിർന്ന പെണ്ണുങ്ങളോ ആരെങ്കിലും ആയിട്ട് വിളക്ക് എടുത്തിട്ട് കാലാകാലങ്ങളായിട്ട് എടുക്കുന്നവരുണ്ടാവും. അവർ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അങ്ങനെ എതിരേൽപ്പെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് പോകും. അവിടെ ഗാനമേള ഫുൾ ടൈം പരിപാടിയായിരിക്കും. രാത്രിക്ക് ഗാനമേള സ്റ്റാർട്ട് ചെയ്യും. ഗാനമേളം കുറച്ച് നേരം കണ്ടിരിക്കും. രാത്രി പാതിര ഒരു മണിയെല്ലാം വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് കുറേ നേരം ഇതുപോലെ ഗാനമേളയും കണ്ടിരുന്ന് ലേറ്റ് ആവും തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. ഉത്സവത്തിൻ്റെ 2ാം ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നാളെ 3ാം ദിവസത്തിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നാളെ ഗംഭീര വെടിക്കെട്ടും കാഴ്ചവരവൊക്കെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.